വി.ഡി. സതീശൻ സർക്കാർ തിരുവോണനാളിൽ 100 ദിനം പിന്നിട്ടു. ഏറെ പ്രതീക്ഷയോടെ മലയാളികൾ അധികാരത്തിലെത്തിച്ച സർക്കാർ ആ പ്രതീക്ഷകൾ കാത്തുസൂക്ഷിച്ചിരിക്കുകയാണ്. വിലക്കയറ്റമില്ലാത്ത ഓണക്കാലം എന്ന് പ്രതിപക്ഷം പോലും സമ്മതിക്കുന്നുണ്ട്. പല ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത CPM നേതാക്കന്മാർ പോലും വാക്കുകൾക്കിടയിൽ അത് സമ്മതിക്കുന്നുമുണ്ട്. വലിയ ചിലവുകളില്ലാതെ പോക്കറ്റ് കാലിയാക്കാതെ മലയാളികൾ ഇക്കുറി ഓണം ആഘോഷിച്ചതിന് പിന്നിൽ സംസ്ഥാന സർക്കാരിന്റെ കരുതലുണ്ട്. അതാണ് പ്രതിപക്ഷ നേതാക്കന്മാർ പോലും സമ്മതിക്കുന്നത്. മലയാള മനോരമ ചാനലിൽ മന്ത്രി P.K. ബഷീറും മുൻ മന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ E.P. ജയരാജനും പങ്കെടുത്ത പരിപാടിയിൽ ഇക്കാര്യം നേതാക്കന്മാർ സമ്മതിക്കുന്നുണ്ട്. വി.ഡി. സതീശൻ സർക്കാർ 100 ദിനം ആഘോഷിക്കുന്ന വേളയിലാണ് നേതാക്കന്മാർ ചാനൽ ചർച്ചയിൽ കണ്ടുമുട്ടിയത്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഉള്ളു തുറന്ന് അഭിനന്ദിക്കുന്നുണ്ട് E.P. ജയരാജൻ. മന്ത്രിയായാൽ സ്വാഭാവികമായും പ്രവർത്തന ശൈലി മാറുമെന്ന് പറയുന്ന E.P. ജയരാജൻ മന്ത്രി എന്നത് ഒരു പാർട്ടിയുടെ സ്വത്തല്ലെന്നും അതൊരു നാടിന്റെയാണെന്നും പറയുന്നുണ്ട്. ഇതിനു പുറമെയാണ് സംസ്ഥാന സർക്കാരിന്റെ 100ാം ദിന പ്രവർത്തനങ്ങളെയും E.P. ജയരാജൻ അനുമോദിക്കുന്നത്. ജനകീയ പ്രഖ്യാപനങ്ങളും വിപണിയിലെ കാര്യക്ഷമമായ ഇടപെടലുകളും വഴി തുടക്കത്തിൽ തന്നെ വലിയ പ്രശംസ നേടാൻ സർക്കാരിനായിട്ടുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കിയായിരുന്നു സർക്കാരിന്റെ ഗംഭീര തുടക്കം. അതേസമയം PM ശ്രീ പദ്ധതിയിലെ നിലപാട് മാറ്റവും ദുരന്ത പ്രതിരോധത്തിലെ പാളിച്ചകളും സർക്കാരിന്റെ ശോഭ കെടുത്തിയെന്നും പറയാം. അതിനിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിമർശനത്തിന് അതീതരല്ലെന്നും എന്നാൽ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചാൽ അവജ്ഞയോടെ തള്ളുമെന്നും സർക്കാരിന്റെ 100ാം ദിനത്തിൽ പത്രങ്ങൾക്ക് നൽകിയ ലേഖനത്തിൽ മുഖ്യമന്ത്രി സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വിഴിഞ്ഞത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടാണ് ഈ 100 ദിനങ്ങളിലെ സുപ്രധാന നേട്ടങ്ങളിലൊന്ന്. കേരളത്തെ ഒരു വലിയ തുറമുഖ നഗരമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ സ്വപ്ന പദ്ധതിയായ മിഷൻ സമുദ്രയ്ക്കും ഇതിനൊപ്പം തുടക്കം കുറിച്ചിട്ടുണ്ട്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച നടപടി സർക്കാരിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ തെളിവായി കാണാൻ സാധിക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ വിവിധ തൊഴിൽ സമരക്കാരെ നേരിട്ട് കേൾക്കാനും താൽക്കാലിക പരിഹാരം കാണാനും സാധിച്ചത് മുൻ സർക്കാരിൽ നിന്നുള്ള വ്യക്തമായ നയപരമായ മാറ്റമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇതിനു പുറമെ സംസ്ഥാനത്തെ ഗുണ്ടാ വിളയാട്ടം അമർച്ച ചെയ്യാൻ ആഭ്യന്തര വകുപ്പ് നടപ്പാക്കിയ ഓപ്പറേഷൻ തൂഫാൻ രാഷ്ട്രീയ ഭേദമന്യേ കയ്യടി നേടിയ കാര്യവും E.P. ജയരാജൻ പറയുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ 100 ദിവസത്തിനിടെ ചില രാഷ്ട്രീയ നിലപാടുകളിലുണ്ടായ സർക്കാരിന്റെ മലക്കം മറിച്ചിൽ വലിയ വിമർശനങ്ങൾക്കും വഴിവെച്ചു. അതിലൊന്നാണ് ആദ്യം സൂചിപ്പിച്ച PM ശ്രീ പദ്ധതി അറബിക്കടലിൽ എറിയുമെന്ന് പ്രഖ്യാപിച്ചവർ തന്നെ പദ്ധതിയുടെ പാതകവാഹകരായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. കേന്ദ്ര ഫണ്ട് ലഭിക്കാൻ വേണ്ടിയാണ് ഈ വിട്ടുവീഴ്ചയെന്ന ന്യായീകരണം UDF അണികൾക്ക് പോലും ദഹിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിനോടുള്ള സർക്കാരിന്റെ മൃദു സമീപനം പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനൊപ്പം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലുണ്ടായ പാളിച്ചകൾ വലിയ ജനകീയ പ്രതിഷേധം വിളിച്ചുവരുത്തി. പുതിയ KPCC അധ്യക്ഷൻ വൈകുന്നതും പാർട്ടിയും സർക്കാരും തമ്മിലുള്ള പ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള സമിതിയില്ലാത്തതുമൊക്കെ വിമർശനങ്ങളായി ഉയർന്നു വന്നിട്ടുണ്ട്. പാർട്ടിയും സർക്കാരും പോകുന്നത് 2 വഴിയാണെന്ന അഭിപ്രായം മുതിർന്ന നേതാക്കൾ തന്നെ ഉയർത്തിയിരുന്നു. പേഴ്സണൽ സ്റ്റാഫ് ഉൾപ്പെടെ ചില നിയമനങ്ങളിൽ വ്യാപക എതിർപ്പുകളും വിമർശനങ്ങളും ഏറ്റുവാങ്ങിയിരുന്നു. കോർപ്പറേഷൻ ബോർഡ് നിയമനങ്ങളാകട്ടെ യഥാസമയം പൂർത്തിയാക്കാനും കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെയാണെങ്കിലും ഈ 100ാം ദിനത്തിൽ സ്റ്റാർട്ടിംഗ് ഗംഭീരമായെന്ന് പറയുന്ന നേതാക്കളുമുണ്ട്.